തദ്ദേശ വോട്ടെടുപ്പിന്റെ കാഴ്ചകളിൽ കൗതുകവും സങ്കടവുമായി ഒരു സംഭവം. ഭിന്നശേഷിക്കാരിയായ റിട്ടയർഡ് ഉദ്യോഗസ്ഥയ്ക്ക് വീൽ ചെയറിലെത്തിയിട്ടും വോട്ട് ചെയ്യാനായില്ല. ഈ സ്കൂൾ മേലധികാരിയോട് ചോദിച്ചിട്ടല്ലേ റൂമുകൾ എടുത്തെറിഞ്ഞെടുത്തേ? നടക്കില്ല. ഭിന്നശേഷി സൗഹൃദം പാഴ്വാക്കായി. വോട്ട് ചെയ്യാനാവാതെ മടങ്ങി റിട്ടയർഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ. ഇലക്ഷൻ കമ്മീഷണർക്ക് ഉദ്യോഗസ്ഥ പരാതി അയച്ചു. തൃശൂർ കോലഴി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ വോട്ടറായ സീനയ്ക്കാണ് വോട്ട് നഷ്ടമായത്. ഭിന്നശേഷിക്കാരായ ഇവർക്ക് പോട്ടൂർ LP സ്കൂളിലായിരുന്നു വോട്ട്. എന്നാൽ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് ബൂത്തിൽ വീൽ ചെയർ കയറ്റാനുള്ള റാബില്ലെന്ന് മനസ്സിലായത്. ഇതോടെ ഇവർ വോട്ട് ചെയ്യാൻ വിസമ്മതിക്കുകയായിരുന്നു. പിടിച്ചു കയറ്റാമെന്ന ഉദ്യോഗസ്ഥരുടെ അഭ്യർത്ഥന അവർ നിരാകരിക്കുകയായിരുന്നു. താൻ അന്ധയാണെങ്കിൽ പരസഹായം ആവശ്യമായേനെ, ഇപ്പോൾ അത് വേണ്ട എന്നും അവർ പ്രതികരിച്ചു. ഞാൻ വോട്ട് ചെയ്യാൻ വന്നതാണ് 1-ാം വാർഡ് കോലഴി പഞ്ചായത്ത്. ഭിന്നശേഷി സൗഹൃദം എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ എനിക്ക് മാർഗ്ഗമില്ലാതെ ഞാൻ തിരിച്ചു പോവുകയാണ്. ഇതിനെന്താണ് നടപടി? ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ എത്തണവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ജീവിതത്തിൽ ആദ്യമായാണ് വോട്ട് മുടക്കിയതെന്നും കഴിഞ്ഞ തവണയും ഇതേ സ്കൂളിലായിരുന്നു എങ്കിലും അന്ന് റാബുള്ള കെട്ടിടത്തിലായിരുന്നു ബൂത്തെന്നും അവർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടപ്രകാരം ഭിന്നശേഷിക്കാർക്കു വേണ്ടി പോളിംഗ് ബൂത്തുകളിൽ റാബ് സ്ഥാപിക്കണമായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.